Alhamdulillahi Rabbil Alameen. Wa sallallahu ala khatamil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in wa ala man ittaba'ahum bi ihsanin ila yawmiddin, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Inna hadhihi ummatukum ummatan wahida wa ana rabbukum fa'budun. Sadaqallahul azim. സമാദരണീയനായ അധ്യക്ഷൻ ഐ.പി. ബഷീർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് ഏറെക്കുറെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും ആശംസാ പ്രസംഗത്തിലുമൊക്കെയായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. യുവത്വം അംബേദ്കറെ വായിക്കുന്നു എന്ന പേരിൽ റിപ്പബ്ലിക്കിൻ്റെ 76-ാം വാർഷികം കൊണ്ടാടുന്ന ഈ വേളയിൽ കേരളത്തിലെ 76ഓളം കേന്ദ്രങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളിലൊന്നായ ഇത്തിഹാദുൽ ശുബാനിൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന യുവ ജാഗ്രത സദസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമത്തിൻ്റെ പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിറ്റ് നെഹ്റു ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നെഹ്റു ചോദിച്ചു, Who lives if India dies? Who dies if India lives? അതൊരു ചോദ്യമാണ്. ഇന്ത്യ മരിച്ചാൽ പിന്നെ ആരാണ് ജീവിക്കുക? ഇന്ത്യ ജീവിച്ചാൽ പിന്നെ ആരാണ് മരിക്കുക? അതിൻ്റെ അർത്ഥം ഇന്ത്യ ജീവിച്ചാൽ ആരും മരിക്കില്ല, ഇന്ത്യ മരിച്ചാൽ പിന്നെ ആരും ജീവിക്കില്ല. എങ്ങനെയാണ് ഇന്ത്യ മരിക്കുക? ഓമശ്ശേരിയിലെ കുറെ മണ്ണിന്റെ മരണമാണോ? കേരളത്തിലെ കുറെ മണ്ണിന്റെ മരണമാണോ? അല്ലെങ്കിൽ പുഴയുടെ മരണമാണോ? മരങ്ങളുടെ മരണമാണോ? ഇന്ത്യയിലെ ഏതെങ്കിലും മണലുകളുടെ മരണമാണോ? അല്ല. ഭൂപ്രകൃതിയുടെയോ ഭൂപ്രദേശത്തിൻ്റെയോ ഭൂമിയിലുള്ള മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെയോ ഒന്നും മരണമല്ല നെഹ്റു ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിൻ്റെ മരണമാണ്. ആ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന നമുക്ക് സമ്മാനിച്ചത് മഹാനായ ഭീമാറാവു അംബേദ്കർ, ഡോക്ടർ B.R. അംബേദ്കർ എന്ന മഹാവ്യക്തിയാണ്. ആരായിരുന്നു അംബേദ്കർ? ഇവിടെ പലരും സൂചിപ്പിച്ചു. അദ്ദേഹം 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ മഹത് എന്ന സ്ഥലത്തിനടുത്ത അമ്പവാഡെ ഗ്രാമത്തിൽ രത്നഗിരി ജില്ലയിൽ ഐത്തജാതിയായ മെഹർ ജാതിയിൽ ജനിച്ച വ്യക്തിയാണ്. ആ മെഹർ ജാതിയുടെ പ്രത്യേകത എന്താണ്? ഐത്തജാതിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിയായിരുന്നു. മെഹർ ജാതിയിൽപ്പെട്ട ആളുകൾ, അത് കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, സ്ത്രീകളാവട്ടെ, പുരുഷന്മാരാവട്ടെ, അവർ അങ്ങാടിയിലൂടെ നടക്കുകയാണെങ്കിൽ ഉയർന്ന ജാതിക്കാർ നടന്നു പോകുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും അവർ നടക്കുകയാണെങ്കിൽ, അത്യാവശ്യ ഘട്ടത്തിൽ വേറെ വഴിയില്ലാതെ നടക്കേണ്ടി വരികയാണെങ്കിൽ കഴുത്തിൽ ഒരു കലം കെട്ടി തൂക്കണം. എന്തിന്? നടന്നു പോകുന്ന വഴിയിൽ തുപ്പണമെങ്കിൽ തുപ്പാൻ. അവരുടെ അരക്ക് ചുറ്റും ഒരു ചൂല് കെട്ടണം. എന്തിന്? ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ച് ആ സ്റ്റെപ്പിന്റെ സ്ഥലം അടിച്ചു വാരണം. അങ്ങനെയാണ് നടക്കേണ്ടത്. അതായിരുന്നു അംബേദ്കറുടെ ജാതി. എന്നിട്ട് അംബേദ്കർ സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പോ ക്ലാസ്സിൽ ഉയർന്ന ജാതിക്കാർക്ക് ബെഞ്ചുകളിൽ ഇരിക്കാം,
അംബേദ്കറിന്റെ ജാതിക്കാർക്ക് ഇരിക്കണമെങ്കിൽ അവിടെ ചാക്കുകൾ വേണം, ചാക്കിലിരിക്കണം. സ്കൂളിൽ കളിക്കാനുള്ള പീരീഡ് കളിക്കാൻ പുറത്തു വിട്ടാൽ ഉയർന്ന ജാതിക്കാരുടെ കൂടെ കളിക്കാൻ പാടില്ല, താണ ജാതിക്കാരുടെ കൂടെ കളിക്കാൻ പാടുള്ളൂ. സംസ്കൃത ഭാഷ പഠിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റു ഏതെങ്കിലും രൂപത്തിൽ ഉയർന്ന സമുദായത്തിലെ, ഉയർന്ന ഗോത്രത്തിലെ, ഉയർന്ന ജാതിയിലെ ആളുകളുമായി ഇടപഴകാനേ പാടില്ല. അങ്ങനെ ഇടപഴകിയാൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അംബേദ്കർ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ 1907 മെട്രിക്കുലേഷൻ വിജയിച്ചു. അവിടെ എലുസ്കർ എന്നു പേരായ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ അംബേദ്കർക്ക് ഒരു പുസ്തകം സമ്മാനിച്ചു, ബുദ്ധന്റെ ജീവചരിത്രം, ദ ബയോഗ്രഫി ഓഫ് ബുദ്ധ. അത് വായിച്ചപ്പോൾ അംബേദ്കറുടെ മനസ്സിൽ ഒരുപാട് നന്മയുടെ മുകുളങ്ങളിൽ നാമ്പെടുത്തു. അങ്ങനെ 14-ാം വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന്റെ പഠനമിടുക്ക് കണക്കിലെടുത്തുകൊണ്ട് ബറോഡ രാജാവ് 25 രൂപ സ്കോളർഷിപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ ഫലത്തിൽ അദ്ദേഹം വീണ്ടും പഠിച്ച് 1912 ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളിൽ ബിരുദം നേടി. 1913 ബറോഡ സിവിൽ സർവീസിൽ അതിന്റെ ഫലത്തിൽ അദ്ദേഹം ജോലിയിൽ കയറിയപ്പോഴാണ് അതിലും വലിയ സങ്കടം. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശിപായിമാർ, പ്യൂണുമാർ ഇദ്ദേഹത്തിന്റെ മേശയുടെ കുറച്ച് ദൂരെ നിന്നിട്ട് ഫയലുകൾ വലിച്ചെറിഞ്ഞു കൊടുക്കും. ഇദ്ദേഹത്തിന്റെ എത്രയോ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, മീനിയൽ സ്റ്റാഫാണ്. സവർണ ജാതിക്കാരുടെ അവഹേളനം സഹിക്കാതെ അദ്ദേഹം ജോലി രാജിവെച്ചു. വീണ്ടും അദ്ദേഹം പഠനം തുടർന്നു. ആ പഠനത്തിലാണ് നേരത്തെ ഇവിടെ പറയപ്പെട്ട ബിരുദവും ബിരുദാനന്തര ബിരുദവും അതേപോലെ തന്നെ അമേരിക്കയിൽ വെച്ച് PhD-യും ഡോക്ടറേറ്റും ഒക്കെ നേടിയത്. അതും കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ജോലിയിൽ കയറിയപ്പോഴും സ്ഥിതി തഥൈവ, വീണ്ടും രാജിവെച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഈ ജോലിയും കാര്യങ്ങളുമല്ല വേണ്ടത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം വേണം, ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന് മോചനം വേണം. അങ്ങനെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക നീതി പുലർത്തുന്നതിന് വേണ്ടി, പുതിയ സാമൂഹിക സംവിധാനം പടുത്തുയർത്തുന്നതിന് വേണ്ടി അംബേദ്കർ നിരവധി സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത് നായകത്വം വഹിച്ചു. അങ്ങനെ ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, ബോംബെ സ്റ്റേറ്റ് ഇംപീരിയൽ വില്ലേജ് സർവൻസ് അസോസിയേഷൻ, മുനിസിപ്പൽ കാക്കർ സംഘ്, സമതാ സൈനിക് ദൾ, ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ 8ഓളം സംഘടനകളെ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിച്ച് അവരെ സംഘടിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സാമൂഹ്യമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ധീരോദാത്തമായ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നായകത്വം വഹിച്ചു. അങ്ങനെ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന മഹിതമായ ഒരു ആശയ തലത്തിലേക്ക് ഇന്ത്യയിലെ ജനകോടികളെ അദ്ദേഹം നയിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ നിയമമേഖലയിലുള്ള പരിജ്ഞാനവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അമേരിക്കയിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞ ജാതിരഹിത സമൂഹത്തിന്റെ മൂല്യം ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്കും അനുഭവവേദ്യമാകണം എന്നുള്ള താല്പര്യത്തിൽ അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നായകത്വം വഹിക്കാനുള്ള നിയോഗം ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹവും കൂട്ടാളികളും ചേർന്നുകൊണ്ട് നിരവധി വകുപ്പുകളും ആർട്ടിക്കിളുകളും ഉപവകുപ്പുകളുമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവകാശം കിട്ടുന്ന രൂപത്തിൽ
ആർക്കും തന്നെ കൈയേറ്റം ചെയ്യാനാവാത്ത മൗലിക അവകാശങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ഓമശ്ശേരിയിലെ ടൗണിൽ every citizen is entitled to preach, practice and propagate his faith. ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഫ്രീഡം ഓഫ് ഫെയ്ത്ത് അടക്കം, സംസാര സ്വാതന്ത്ര്യമടക്കം ഒരുപാട് അവകാശങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചു. എന്നിട്ട് ആ ഭരണഘടന സമ്മാനിച്ചുകൊണ്ട് അംബേദ്കർ ഈ രാജ്യത്തോട് പറഞ്ഞു, ഈ ലോകത്തോട് പറഞ്ഞു, however good a constitution may be, if those who are implementing it are not good, it will prove to be bad. എത്ര നല്ല ഭരണഘടനയായാലും അത് കൈകാര്യം ചെയ്യുന്നവർ നല്ലവരല്ല എങ്കിൽ, അത് നടപ്പിൽ വരുത്തുന്നവർ ചീത്തയാണ് എങ്കിൽ ആ ഭരണഘടന ചീത്തയായിരിക്കും. However bad a constitution may be, if those implementing it are good, it will prove to be good. എത്ര മോശം ഭരണഘടനയായാലും ശരി, അത് നടപ്പിൽ വരുത്തുന്നവർ നല്ലവരാണെങ്കിൽ ആ ഭരണഘടന നല്ലതായിരിക്കും. ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്നത് അതാണ്. നടപ്പിൽ വരുത്തുന്നവർ നല്ലവരാണ്. ആ സമയത്ത് ഭരണഘടനയുടെ മൂല്യം, അതിന്റെ വില ആർക്കും മനസ്സിലായില്ല. പക്ഷേ കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വിലയറിയുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഭരണഘടന നടപ്പിലാക്കുന്നവർ ചീത്തയായപ്പോഴാണ് ഈ ഭരണഘടനയുടെ വില ഇന്ത്യക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് നെഹ്റുവിന്റെ ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു: Who lives if India dies? Who dies if India lives? ഇന്ത്യ ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ യുവജാഗ്രതാ സദസ്സ്. മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, എല്ലാ പ്രസംഗങ്ങളിലും ബ്രിട്ടീഷ് സാഹിബിന്റെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന പോളിസിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ജസ്റ്റ് ലൈക്ക് മൈ ട്വിൻ ഐസ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എനിക്കെന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. ഒന്നെന്റെ ഹിന്ദു കണ്ണാണ്, മറ്റേതെന്റെ മുസ്ലിം കണ്ണാണ്. എനിക്ക് വേറെ കണ്ണുകളില്ല. എന്റെ രണ്ട് കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും. സായിപ്പിനെ കെട്ടുകെട്ടിക്കാൻ മഹാത്മാഗാന്ധിയുടെ പ്രയോഗമായിരുന്നു അത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്റെ എല്ലാ പ്രഭാഷണങ്ങളും അവസാനിപ്പിച്ചിരുന്നത് Hindus and Muslims are the beautiful twin eyes of the beautiful bride India. ഇന്ത്യ എന്ന സുന്ദരിയായ വധുവിന്റെ സുന്ദരങ്ങളായ രണ്ട് കണ്ണുകളാകുന്നു ഹിന്ദുവും മുസൽമാനും. ആ രണ്ട് കണ്ണുകളിൽ ഏതെങ്കിലും ഒന്ന് കേടുപറ്റുകയോ ഏതെങ്കിലും ഒന്ന് നശിച്ചു പോവുകയോ ചെയ്താൽ, not only that eye is destroyed or damaged, but the whole beauty of the bride India will be lost forever and forever. ഇന്ത്യ എന്ന സുന്ദരിയുടെ ആ കണ്ണ് മാത്രമല്ല നശിച്ചു പോവുക, ഇന്ത്യ എന്ന സുന്ദരിയുടെ മുഴുവൻ സൗന്ദര്യവും എന്നേക്കുമായി ഇല്ലാതായി പോകും. ഇതായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്റെ എല്ലാ പ്രഭാഷണങ്ങളും അവസാനിപ്പിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നത്. അങ്ങനെ ഹിന്ദു മുസ്ലിം ഭായി ഭായി, ഹിന്ദു മുസ്ലിം ഭായി ഭായി എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. The discourses on Gita എഴുതിയ മഹാത്മാഗാന്ധിയുടെ കൈപിടിച്ചുകൊണ്ട് ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഉണ്ടായിരുന്നു. തർജുമാനുൽ ഖുർആൻ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. ഒരു ദൈവത്തിലും മതത്തിലും വിശ്വാസമില്ലാതിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതമില്ലായ്മയുടെ പേരിലും അവർ തമ്മിൽ കലഹിച്ചില്ല. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനലക്ഷങ്ങളെ ആവേശം കൊള്ളിച്ച, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്ന ബാലഗംഗാധര തിലകന്റെ കൂടെ ആവേശം പകരാൻ മറ്റൊരു കാലത്ത് ആവേശം പകർന്നുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ഉണ്ടായിരുന്നു. മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു ഗോ ടു മൈ ഹോം കൺട്രി വിത്ത് ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഓഫ് ഇന്ത്യ ഇൻ മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ് ലണ്ടനിൽ പോയി മിസ്റ്റർ ജോർജിന്റെ മുമ്പിൽ നിന്ന് ഗർജിക്കുവാൻ
എനിക്കെന്റെ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം ഉള്ളം കയ്യിൽ വെച്ച് തരണം, ഇല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ 6 അടി മണ്ണ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ജാജ്വല്യമാനമായ സംഭാവനകൾ അർപ്പിച്ച അലി സഹോദരന്മാരുടെ മണ്ണാണി മണ്ണ്. ആ പോരാട്ടത്തിന്റെ പാരമ്പര്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ പാരമ്പര്യം. മാത്രവുമല്ല, വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ അതിനും എത്രയോ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് കോഴിക്കോട് സാമൂതിരി രാജാവ്, the Zamorin had even issued an order that in order to get sufficient Mappilas to man their navy, at least 2 or more fishermen children should be brought up as Mappilas എന്ന് ഡിഗ്രി പുറപ്പെടുവിച്ച നാടാണ് കേരളം. കാരണം സമുദ്രത്തിലേക്ക് സമുദ്രദേവിയുടെ കോപം കിട്ടുമെന്നുള്ള ഭീതി കൊണ്ട് സമുദ്രത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ ഹിന്ദുക്കൾക്ക് നിഷിദ്ധമായിരുന്നു. അന്ന് പറങ്കിപ്പടയോട് പോരാട്ടം നടത്താൻ കുഞ്ഞാലിമരക്കാരന്മാരുടെ സൈന്യത്തിലേക്ക് മതിയായ ആൺകുട്ടികളെ പടയാളികളായി കിട്ടാൻ ഓരോ ഹിന്ദു മുക്കുവ കുടുംബത്തിലും 2 അതിൽ കൂടുതലോ ആൺകുട്ടികളെ മുസ്ലിം കുട്ടികളാക്കി പോറ്റി വളർത്തണം എന്നാണ് ഹിന്ദുവായ സാമൂതിരി രാജാവ് ഒപ്പിട്ടത്, ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതാണ് കേരളം, അതാണ് ഇന്ത്യ. ആ ഇന്ത്യ അങ്ങനെ വേണ്ട എന്ന്, ഹിന്ദു മുസ്ലിം മൈത്രി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് പേരുകൾ മാറ്റാനും അതേപോലെ തന്നെ ന്യൂനപക്ഷ വേട്ടകൾ നടത്തുവാനും അപരവൽക്കരണം നടത്തുവാനും ആരാധനാലയങ്ങൾ തകർക്കുവാനും ബുൾഡോസർ സംസ്കാരം കൊണ്ടുവരുവാനും അങ്ങനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പകയുടെയും വിദ്വേഷത്തിന്റെയും ചിത്രം ഈ രാജ്യത്ത് വരയ്ക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേത് മതമാണ് പഠിപ്പിച്ചത്? ഹിന്ദു മതം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം മതം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ക്രിസ്തു മതം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല എന്നാണ് 3 ചോദ്യത്തിന്റെയും ഉത്തരം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അത് തന്നെയാണ്. മതവും വർഗീയതയും മതവും തീവ്രവാദവും രണ്ടും രണ്ടാണ് എന്ന് ഇന്ത്യക്കാർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഹിന്ദു മതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും ഉദ്ധരിക്കാറുള്ള മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. സർവവേദ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരം പുണ്യായ പപായ പരപീഡനം. സർവവേദങ്ങളിലൂടെയും സർവപുരാണങ്ങളിലൂടെയും വ്യാസൻ പഠിപ്പിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ ഇവയാണ്. പരോപകാരം പുണ്യായ, ഒന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യമായി കരുതുക. പാപായ പരപീഡനം, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് പീഡനം നൽകുന്നത് പാപമായും കരുതുക. ഇതാണ് സർവവേദങ്ങളും സർവപുരാണങ്ങളും. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം തുടങ്ങിയ എല്ലാ വേദങ്ങളും എല്ലാ പുരാണങ്ങളും ഈ ലോകത്തുള്ള ഹൈന്ദവ ധർമ്മ സംഹിത പിന്തുടരുന്ന ആളുകളെ പഠിപ്പിക്കുന്ന 2 മൂല്യങ്ങൾ ഇവയാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. എനിക്ക് സംസ്കൃതം പറഞ്ഞു തരാറുള്ള എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ നമ്പൂതിരി പറഞ്ഞത് ഇത് മാത്രമല്ല, സർവവേദ എന്നതിന് പകരം അഷ്ടാദശ പുരാണേഷു 18 പുരാണങ്ങളിലൂടെ എന്ന് വേറെയും വാക്യത്തിലുണ്ട് എന്നാണ്. 18 പുരാണങ്ങളിലൂടെ വ്യാസൻ പഠിപ്പിച്ചത് എല്ലാം പരോപകാരം പുണ്യായ പാപായ പരപീഡനം എന്നാണ്. എന്നിട്ട് ആ ഹിന്ദു ധർമ്മത്തിന്റെ ആളുകൾ പറയുന്നു, ബാബർ ഖാ ഔലാദും ജാവോ പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ. ബാബറുടെ മക്കളെ പോ പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങി ഖബറിസ്ഥാനിലേക്ക് പോയിക്കോ. ഏതാണ് ഈ മതം? പരോപകാരം പുണ്യായ പാപായ പരപീഡനം പഠിപ്പിച്ച മതത്തിന് ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കാൻ കഴിയുമോ? ഈ രാജ്യത്തുള്ള ഹൈന്ദവ ധർമ്മവിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികൾ ആലോചിക്കേണ്ടതാണ്.
ഭാരതത്തിൽ എല്ലാ പ്രഭാതങ്ങളിലും സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ മനോഹരമായ മന്ത്രം ഉരുവിടുന്ന ഹൈന്ദവ സഹോദരൻ, സർവരും സുഖമായി ഭവിക്കട്ടെ, സർവരും ആരോഗ്യശാലികളാവട്ടെ, സർവരും സന്തോഷവാന്മാരാവട്ടെ, ആർക്കും ദുഃഖമില്ലാതിരിക്കട്ടെ. എന്താ ഈ ശ്ലോകം എഴുതിയ മുനിശ്രേഷ്ഠന്മാർക്ക്, മഹർഷിവര്യന്മാർക്ക് സർവ ഹിന്ദുക്കൾക്കും എന്ന് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? സർവ ഇന്ത്യക്കാർക്കും എന്ന് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അല്ല, അതാണ് മതം. സർവർക്കും സുഖം, സർവർക്കും സുഖം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകവും സുഖമായി ഭവിക്കട്ടെ, സമസ്ത ലോകവും സുഖമായി ഭവിക്കട്ടെ. എന്താ ഇങ്ങനെ പറയാൻ പറ്റിയത്? അത് മതത്തിന്റെ ഒരു ആശയമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. സ്വാഗത പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനമുണ്ട്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ പക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ആരാണോ അല്ലാഹുവിൽ തഖ്വയുള്ളത്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവർ മാത്രമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. നമ്മളൊക്കെ ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. അതുകൊണ്ടാണ് രഘുവംശ മഹാകാവ്യത്തിന്റെ പ്രാരംഭത്തിൽ നമുക്ക് കാണാം, ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരവും, ഈ ജഗത്തിന്റെ ആദി മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ വന്ദിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുന്നു. ഇസ്ലാമിൽ ആദൻ നബിയും ഹവ്വാ ബീവിയുമാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ പാർവതിയും പരമേശ്വരനുമാണ്. ഇതാണ് വ്യത്യാസം. ബൈബിൾ പഴയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകത്തിൽ ആദിപിതാവായ ആദാമിനെ പറ്റിയും ആദിമാതാവായ ഹവ്വയെ പറ്റിയുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉള്ളൂർ ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം എന്ന് നമുക്ക് പാടിത്തന്നത്. ഒരച്ഛന്റെ, ഒരമ്മയുടെ, ഒരുപ്പയുടെ, ഒരു ഉമ്മയുടെ മക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും. അതുകൊണ്ട് മഹർഷിവര്യന്മാർക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു പറയാൻ മടിയുണ്ടായില്ല, സർവേ ഭവന്തു സുഖിന പറയാൻ മടിയുണ്ടായില്ല, വസുധൈവ കുടുംബകം പഠിപ്പിക്കാൻ മടിയുണ്ടായില്ല. പക്ഷെ ഇതൊന്നും പഠിക്കാൻ തയ്യാറാവാത്ത, ഇതാണ് ഞങ്ങളുടെ ധർമ്മമെന്ന് തിരിച്ചറിയാൻ തയ്യാറാവാത്ത, വോട്ടുകൾക്ക് വേണ്ടി, നോട്ടുകൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് രാജ്യം എന്തായാലും വേണ്ടില്ല, നാടെന്തായാലും വേണ്ടില്ല, ചരിത്രം എന്ത് പഠിപ്പിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ വിചാരിച്ചത് നടപ്പിലാക്കുമെന്നുള്ള മുഷ്കുമായി നടക്കുകയാണ്. അരുത് എന്ന് മാത്രമാണ് മുന്നറിയിപ്പ് നൽകാനുള്ളത്. കാരണം ചരിത്രം പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. എല്ലാ ദിവസവും 1-ാമത്തെ പേജിൽ എന്റെ ഫോട്ടോ അച്ചടിച്ചിരിക്കണമെന്ന് ഉത്തരവിട്ട സദ്ദാം ഹുസൈൻ ഇന്ന് ലോകത്തില്ല. 20,000 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തനിക്കെതിരായി വരും എന്ന് പറഞ്ഞ് പേടിച്ച് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ ജോസഫ് സ്റ്റാലിൻ ഇന്ന് ആരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായില്ല. അഡോൾഫ് ഹിറ്റ്ലർ ജനകോടികളെ വറപ്പിച്ച ലോകമഹായുദ്ധത്തിന് നായകത്വം വഹിച്ചവനായിരുന്നു. ആരും അയാളെ ഇന്ന് പുകഴ്ത്തി പറയുന്നില്ല. ബെനിറ്റോ മുസോളിനി വലിയ കൊലകൊമ്പനായിരുന്നു, ആരും പറയുന്നില്ല. ഇതിനേക്കാൾ വലിയ വേറെ ഒരു കൊലകൊമ്പൻ ഉണ്ടായിരുന്നു, മിസ്റ്റർ ഫിർഔൻ. ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്നായിരുന്നു അവന്റെ ആക്രോശം. അവനെയും ആരും വാഴ്ത്തി പറയുന്നില്ല. അവരൊക്കെ
ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഇരുട്ടറകളിലേക്ക് തള്ളിമാറ്റപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഏകാധിപതികൾക്കും എല്ലാ സ്വേച്ഛാധിപതികൾക്കും അതേ ഇരുട്ടറ തന്നെയാണ് കാലം കരുതി വെച്ചിട്ടുള്ളത്. കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതം പഠിച്ച ആളുകൾ ഇന്നേ വരെ, മതം പകർന്നു തന്ന ആളുകൾ ഇന്നേ വരെ മനുഷ്യരോട് വെറുപ്പ് കാണിക്കാൻ പറഞ്ഞിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ് ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബ്യദ അലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വാ. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. ഒരു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. അള്ളാഹുവിനുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോള്യം നമ്പർ 2 പേജ് നമ്പർ 374, അതിൽ അദ്ദേഹം പറയുകയാണ്, ഐ ഷാൾ ഗോ ടു ദി മോസ്ക് ഓഫ് ദ മുസൽമാൻ മുഹമ്മദൻ, ഐ ഷാൾ എൻ്റർ ദ ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് നീൽ ബിഫോർ ദ ക്രൂസിഫിക്സ്. ഞാൻ മുഹമ്മദിന്റെ അനുയായിയുടെ പള്ളിയിൽ പ്രവേശിക്കും, ഞാൻ ക്രിസ്ത്യാനിയുടെ ചർച്ചിൽ പ്രവേശിക്കും, അവിടെയുള്ള കുരിശിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കും. ഐ ഷാൾ എൻ്റർ ദ ബുദ്ധിസ്റ്റിക് ടെമ്പിൾ, ബുദ്ധമതക്കാരുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. വേർ ഐ ഷാൾ ടേക്ക് റെഫ്യൂജ് ഇൻ ബുദ്ധ ആൻഡ് ഇൻ ഹിസ് ലോ, ബുദ്ധന്റെയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെയും കീഴിൽ ഞാൻ അഭയം തേടും. ഐ ഷാൾ ഗോ ഇൻ ടു ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലേക്ക് പോകും. എന്നിട്ടോ, ആൻഡ് സിറ്റ് ഡൗൺ ഇൻ മെഡിറ്റേഷൻ with the Hindu who is trying to see the light which enlightens the heart of everyone. ആ കാട്ടിൽ പോയിട്ട് ഹിന്ദുവിന്റെ കൂടെ ധ്യാനത്തിലിരുന്നിട്ട് മനസ്സിന്റെ അകത്തളങ്ങളെ ജാജ്വല്യമാനമാക്കുന്ന, പ്രകാശമയമാക്കുന്ന ആ വെളിച്ചം, അത് മുഴുവൻ ഞാൻ സ്വാംശീകരിക്കും. എല്ലാവരുടെയും കൂടെ ആ ഹൃദയത്തിലേക്ക് കടന്ന വെളിച്ചവുമായി ഞാൻ എല്ലാവരുടെയും പള്ളികളിലേക്ക്, ചർച്ചുകളിലേക്ക്, ബുദ്ധക്ഷേത്രത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലും. അത് പറഞ്ഞ് അവസാനം അദ്ദേഹം തുടരുകയാണ്, അവസാനിപ്പിക്കുകയാണ്. The Bible, the Quran and all other sacred books are but so many pages and an infinite number of pages remain yet to be unfolded. ഖുർആനും ബൈബിളും അതുപോലെയുള്ള നിരവധി വേദഗ്രന്ഥങ്ങളും ദൈവത്തെ മനസ്സിലാക്കാനുള്ള വേദഗ്രന്ഥത്തിന്റെ നിരവധി പേജുകളാണ്. അതിൽ ഒരുപാട് പേജുകൾ ഇനിയും തുറക്കപ്പെടാനിരിക്കുന്നു. അവയൊക്കെ വായിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഉൾക്കൊള്ളണം. ഞാൻ പള്ളിയിൽ പോകുന്നത് അതിനാണ്, ഞാൻ ചർച്ചിൽ പോകുന്നത് അതിനാണ്, ഞാൻ ബുദ്ധന്റെ ക്ഷേത്രത്തിൽ പോകുന്നത് അതിനാണ്. എന്നാൽ ഇന്നോ കുറെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്നു. എന്തിന്? പള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോണ്ടിയെടുക്കാൻ. എവിടെന്നെങ്കിലും കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ കല്ല് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്, ബുൾഡോസർ രാജുമായിട്ട്. എന്നിട്ട് ആളുകളെ ഇങ്ങനെ പകയുടെ വിദ്വേഷത്തിന്റെ തട്ടുകളിൽ തിരിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, കൊല്ലുക, ആക്രമിക്കുക. എന്നിട്ട് പകയിൽ എത്ര നഷ്ടങ്ങൾ, എന്തെല്ലാം കലാപങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്, അവിടെ 2% ആളുകൾ തീവ്രവാദ പ്രവർത്തനം നടത്തി, 4 സ്ഫോടനങ്ങൾ നടത്തിയതോടുകൂടി കോടിക്കണക്കിന് രൂപയാണ് സെക്യൂരിറ്റി ഇനത്തിൽ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. അതിനുശേഷം അമേരിക്ക ഇതുവരെ സാമ്പത്തിക സ്ഥിതി പൂർവ്വസ്ഥിതിയിലായിട്ടില്ല, ഇപ്പോൾ യുദ്ധം നടത്തി ഓരോ 3 ദിവസത്തേക്കും 932 കോടി രൂപയാണ് ഇസ്രായേലിന് ചെലവഴിച്ചത്. ചെറിയ തോതിലുള്ള ചില്ലറ അക്രമങ്ങൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന നടത്തിയപ്പോ അതിനെ ചെറുക്കാൻ നടത്തിയിട്ട് അവസാനം ഇപ്പോൾ വെടിനിർത്തൽ നടത്തി. എങ്ങനെയാ നിർത്തിയത് അറിയില്ല. ഞാൻ പറയുന്നത്, അക്രമവും തിരിച്ചുള്ള അക്രമവും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടം വന്നാൽ സമാധാനം എന്ന് പറയുന്നത് ആർക്കും തന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് അക്രമത്തിന്റെ ഭാഷയല്ല, നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി പറയാറുള്ളത് പോലെ,
വിദ്വേഷത്തിന്റെ കടയിൽ, വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ ഒരു കട തുറക്കാൻ അതിനു വേണ്ടിയാണ് ഈ യുവജാഗ്രതാ സദസ്സ്. ഈ യുവജാഗ്രതാ സദസ്സ് അതിനാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. തീർച്ചയായും നിങ്ങളുടെ ഈ സമുദായം, മനുഷ്യ സമുദായം ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ സമൂഹമാണ്. വഅന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവിൻ എന്ന് പറയുന്ന ഏക മാനവികതയുടെ, ഏക ദൈവത്വത്തിന്റെ സന്ദേശത്തിലേക്ക് നാം തിരിച്ചു വരിക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ മരുന്ന്. ഇങ്ങനെ ആയാൽ നമുക്ക് രക്ഷപ്പെടാം. ഹിന്ദുവിനൊരു പ്രത്യേക ദൈവം, മുസ്ലിമിനൊരു പ്രത്യേക ദൈവം, ക്രിസ്ത്യാനിക്കൊരു ദൈവം, അങ്ങനെയല്ല. നമുക്കൊക്കെ ഒരു ദൈവമാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വായുവും വെള്ളവും വെളിച്ചവും നൽകുന്ന ഒരേ ഒരു ദൈവം അള്ളാഹു എന്ന് അറബിയിൽ ആ ദൈവത്തിന് നമ്മൾ പേര് പറയും. ദി ഓൾമൈറ്റി ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സർവശക്തനായ പടച്ചതമ്പുരാൻ എന്ന് പച്ച മലയാളത്തിൽ പറയും. പ്രായമായ ആളുകളുടെ ഭാഷയിൽ എല്ലാം കാണുന്ന മുകളിലുള്ള ഒരുത്തൻ എന്ന് പറയും. നിങ്ങൾ ഏത് പേരിൽ ആ പടച്ചതമ്പുരാനെ വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ നാമങ്ങൾക്കുടയവൻ ആ പടച്ചതമ്പുരാനാണ്, ആ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും. അതുകൊണ്ട് മതം ക്രൂരതയല്ല. ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ മനുഷ്യന്റെ കഥ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, ക്രൂരതയുടെ പ്രവാചകനല്ല. പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിന്റെ പേരിൽ നരകപ്രവേശം നേടിയ മനുഷ്യന്റെ കഥ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ ക്രൂരതയുടെ പ്രവാചകനല്ല, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. തമസാ നദിയിൽ തന്റെ ശിഷ്യനായ ഭരദ്വാജന്റെ കൂടെ കുളിക്കാൻ പോകുന്ന വേളയിൽ മരക്കൊമ്പിൽ നിന്ന് ഇണചേരുകയായിരുന്ന ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനോട് എന്ന് പറഞ്ഞ അരുത് കാട്ടാള, കൊല്ലരുത് എന്ന് ഗർജിച്ച മഹാനായ വാൽമീകി മഹർഷിയുടെ പക്ഷിയെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിച്ച ദർശനം കാരുണ്യത്തിന്റെ ദർശനമാണ്, ക്രൂരതയുടെ ദർശനമല്ല. പരുന്തിൽ നിന്ന് പ്രാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു നൽകാൻ തയ്യാറായ ശിബി ചക്രവർത്തിയുടെ പാരമ്പര്യം ആർഷ ഭാരതത്തിന്റെ പാരമ്പര്യമാണെന്ന് പഠിപ്പിക്കുന്ന ഹൈന്ദവ ധർമ്മം ഒരു കൊച്ചുമാടപ്പിറാവിനായി പോലും ജീവിതം ഹോമിക്കുവാൻ ഭാരതം കാട്ടിത്തന്നു എന്ന് കവി എഴുതിയ ആ സംഭവത്തിന് നിദാനമായ മഹിതമായ പാരമ്പര്യം പഠിപ്പിക്കുന്നത് ഹിന്ദുമതം ക്രൂരതയുടെ ധർമ്മമല്ല എന്നാണ്, കാരുണ്യത്തിന്റെ ധർമ്മമാണ്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ നിരവധി സ്ഥലങ്ങളിൽ യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറയുന്നത്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അതിനർത്ഥം എന്താ? എവിടെ ധർമ്മമില്ലയോ അവിടെ വിജയമില്ല. അതുകൊണ്ട് ധർമ്മത്തിന്റെ സന്ദേശവാഹകരായി മാറാനാണ് ഈ യുവജാഗ്രതാ സദസ്സ് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇത്രയൊന്നും സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, എനിക്ക് ശബ്ദമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ സദസ്സിന്റെ മനോഹാരിത കണ്ടപ്പോൾ അതറിയാതെ അങ്ങ് പ്രസംഗിച്ചു പോയതാണ്. ഏതായാലും ഈ യുവജാഗ്രത നമ്മളുടെ കൈമോശം വരാതെ ആര് ശ്രമിച്ചാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത ആവർത്തിച്ച് ഉരുവിട്ട് ഉറപ്പിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറും ഒരു വെപ്രാളവും വേണ്ടതില്ല. പടച്ചതമ്പുരാൻ തീരുമാനിച്ചതല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല, അതേ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട മൻ റആ മിൻകും മുൻകറൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാവ് കൊണ്ടാണ് ഇതിനെ ഇപ്പോൾ ചെറുക്കുന്നത്. അതില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാനുള്ള ഒരു വഴി ഈ പ്രവാചകൻ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ
ഈ ജാഗ്രത പകർന്നു കൊടുത്ത് കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഈ നന്മയുടെ വെട്ടം പകരാൻ നമുക്ക് കഴിയുമാറാവട്ടെ. ഓമശ്ശേരിയിൽ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് ഇത് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല. The fluttering of a butterfly will cause a hurricane in New York എന്നൊരു സിദ്ധാന്തമുണ്ട്. ഒരു ചെറിയ ചിത്രശലഭത്തിൻ്റെ ചിറകടി അതിൻ്റെ ഓളം ശക്തി പ്രാപിച്ചാൽ അത് ന്യൂയോർക്കിലെത്തുമ്പോൾ കൊടുങ്കാറ്റായി മാറും. ഇത് ഡൽഹിയിലെത്തുമ്പോൾ, യു പിയിലെത്തുമ്പോൾ, പഞ്ചാബിലെത്തുമ്പോൾ ഈ സന്ദേശം ഒരു കൊടുങ്കാറ്റിൻ്റെ ഇതൊരു എനർജിയാണ്. ഈ എനർജി പാസ് ചെയ്ത് അവിടെ എത്തും. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായ സംഭവമല്ല. ഇതിൻ്റെ വില കുറച്ച് നമ്മൾ കാണേണ്ടതില്ല. സർവശക്തനായ അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ എനർജിയെ നമുക്ക് ഭാരതത്തിലേക്ക് പ്രവഹിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി ശോഭനമായി എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ചിത്രശക്തികളിൽ നിന്നും അള്ളാഹു ഈ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ നാടിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ സമ്പന്നവും സമൃദ്ധവുമായ പൈതൃകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് മരണം വരെ ഉരുവിടാൻ ഈ രാജ്യത്തിൻ്റെ അന്തസ്സും യശസ്സും കാക്കുന്നതിന് വേണ്ടി വെള്ളക്കാരൻ്റെ തൂക്കുമരത്തിലേക്ക് കയറിച്ചെന്ന ഭഗത് സിംഗിൻ്റെയും അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദറിൻ്റെയും പാരമ്പര്യവും പൈതൃകവും ഓർമ്മിച്ചുകൊണ്ട്, വെള്ളക്കാരൻ്റെ ജയിലറുകളിൽ കിടന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഓർമ്മിച്ചുകൊണ്ട്, I have come from jail with a return ticket in my pocket. ഞാൻ ജയിലിൽ നിന്ന് വന്നിരിക്കുന്നത് ആ ജയിലിലേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും പോക്കറ്റിൽ ഇട്ടിട്ടാണ് എന്ന് ജാമ്യം കിട്ടിയിട്ട് വീട്ടിലേക്ക് പോകാതെ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയി പ്രസംഗിച്ച മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ പുതുക്കാം. ഈ രാജ്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ പ്രതിജ്ഞയുമായി നമുക്ക് പിരിഞ്ഞു പോകാം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.